നമസ്കാരം. ഇറാന്റെ കപ്പൽപ്പടയെ കത്തിച്ച ട്രംപ്. അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനിലെത്തി. സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിയാണ് ഇനിയുള്ളൂ മുന്നിലെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും ഭീഷണിയുമാണ് ട്രംപ് ഉയർത്തുന്നത്. ഇറാന്റെ കൈവശമുള്ള ആണവശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ നേരിട്ടയക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാനുമായി വരാനിരിക്കുന്ന ഒരു സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ഈ ദൗത്യം നിർവഹിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോഴും ഇറാനിലെ ആണവശേഖരണം അത് പിടിച്ചെടുക്കുവാൻ ആവശ്യമെങ്കിൽ സൈന്യത്തെ അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇറാനുമായി ചേർന്ന് ഈ ദൗത്യം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കടുത്ത സൈനിക നടപടി ഇറാൻ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണിയും മുന്നറിയിപ്പും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള വൻ ആണവശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനുള്ള ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ തന്നെ നേരിട്ട് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇറാനുമായിട്ട് വരാനിരിക്കുന്ന ഒരു സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ട്രംപ് പറയുമ്പോഴും പക്ഷേ അതിൽ സത്യസന്ധമായിട്ടുള്ളതാണോ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് സംശയിക്കുന്നുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ ട്രംപ് നിർണായകമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുമ്പോഴും ഇറാൻ ഒരു തരത്തിലും ട്രംപിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ വൻതോതിൽ സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരത്തെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് നിലവിൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടൻ തന്നെ ഒരു സമാധാന ധാരണയിൽ എത്തുകയാണെങ്കിൽ തങ്ങളുടെ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെത്തി ആണവശേഖരം ഒന്നിച്ച് പുറത്തെടുക്കുമെന്നും അത് അവിടെ വെച്ചോ അതല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയോ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ നിർദ്ദിഷ്ട ചർച്ചകൾ പരാജയപ്പെടുകയും സമാധാന കരാർ സാധ്യമാകാതിരിക്കുകയും ചെയ്താൽ ഇറാനെതിരെ ഭീകരമായ രീതിയിൽ കടുത്ത സൈനിക നടപടി സ്വീകരിക്കുമെന്ന കർശനമായിട്ടുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായിട്ട് തകർത്ത ശേഷമായിരിക്കും അമേരിക്കയിൽ സൈന്യം അവിടേക്ക് പ്രവേശിക്കുക. ഏത് സാഹചര്യത്തിലായാലും സുരക്ഷ പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയ ശേഷമേ ആണവശേഖരം നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് അമേരിക്ക കടക്കൂ എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ സഹകരണത്തോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ അമേരിക്ക ഈ ദൗത്യം പൂർത്തിയാക്കുമെന്നും എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആരും വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം അനുവദിക്കില്ല എന്നും കടുത്ത ഭാഷയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാന്റെ കപ്പൽപ്പടയെ അടക്കം കത്തിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിലെത്തുകയും ഒപ്പം തന്നെ ഇറാന്റെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു ചെന്ന് വലിയ ആക്രമണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പോകുന്നു. അതായത് അമേരിക്കയുമായിട്ടൊരു സമാധാന കരാറിന് തയ്യാറാക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ അത് ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതിനകത്തൊരു വ്യാവസായിക വാണിജ്യ മുഖം കൂടി അമേരിക്കക്കുണ്ട്. കാരണം അമേരിക്ക കൂടി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പാണ്, ഫുട്ബോളാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സാഹചര്യത്തിൽ ആ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇനി 4-5 ദിവസം മാത്രം ബാക്കി ശേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരിടത്തും എത്താതെ ഇറാൻ അമേരിക്ക യുദ്ധം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വലിയ ഫുട്ബോൾ മാമാങ്കമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് കനത്ത നാശനഷ്ടത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ട്രംപിനുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൈനിക നീക്കങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായിട്ട് സമാധാന ശ്രമങ്ങൾ നടത്തി ഇറാനെ വരുതിയിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ അതിന് ഇറാൻ തയ്യാറാകുന്നില്ല. ഇറാന്റെ പക്ഷത്തു നിന്നും ഏത് നിമിഷം വേണമെങ്കിലും ട്രംപിനെതിരെയും അമേരിക്കക്കെതിരെയും ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഈ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. കാരണം ലോകകപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വലിയ തരത്തിലുള്ള സ്വാധീനം രേഖപ്പെടുത്തുന്ന മേഖലയാണ് ഇനി അമേരിക്ക ആണെങ്കിലും മൊറോക്കോ ആണെങ്കിലും അതുപോലുള്ള സ്ഥലങ്ങൾ. കാരണം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്തപ്പെടാൻ പോകുന്ന ഫുട്ബോൾ ആരാധകരുടെ വലിയ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നതൊക്കെ വലിയ ചോദ്യമായിട്ട് അമേരിക്കയുടെയും ട്രംപിന്റെയും മുമ്പിലുള്ളപ്പോഴാണ് ഒരു സമാധാന കരാർ എങ്ങനെയെങ്കിലും നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അമേരിക്ക മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതില് സംതൃപ്തരല്ലാത്ത ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ കപ്പൽപ്പടയെ അടക്കം കത്തിച്ച് ചാമ്പലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ട് നീളുന്നത് തന്നെ ഇറാനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ സാഹചര്യം ഈ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ്
സമാധാന ശ്രമങ്ങൾ എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകി ട്രംപ് 10 മടക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. പക്ഷെ ഈ സാഹചര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സമാധാന ചർച്ചകളെ അനുകൂലിക്കുവാനും അംഗീകരിക്കുവാനും ഇറാൻ തയ്യാറാകാത്ത പക്ഷം അത് വലിയ ഭീഷണി തന്നെയാണ് അമേരിക്കയ്ക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.